ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ്, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു. നിരവധി രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി നവീൻ ബാബുവിന്റെ കുടുംബത്തെ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷമായാലും BJP ആയാലും പറഞ്ഞു വെക്കുന്നത് സർക്കാരിനെതിരെയാണ്, ഈ അന്വേഷണം പ്രഹസനമാണ് എന്ന മട്ടിൽ തന്നെയാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനും ആ പരാതി തന്നെയാണുള്ളത്. തീർച്ചയായിട്ടും അവസാനമായി എത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനായിരുന്നു. സുരേന്ദ്രൻ വന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അന്വേഷണത്തിന് എല്ലാ ഘട്ടത്തിലും ഈ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുകയും SIT രൂപീകരിച്ച് ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുന്നതാണ് SITയുടെ കർത്തവ്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു എന്നും ഇതൊരു നാടകമായിരുന്നു എന്നാണ് ഈ K. സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്പം മുമ്പായിരുന്നു K. സുരേന്ദ്രൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ വീട്ടിലെത്തി നേരിൽ വന്ന് കണ്ടത്. മഞ്ജുഷയുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് SIT അന്വേഷണം അത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതുവരെയും തെളിവുകളൊന്നും ശേഖരിക്കാൻ. നേരത്തെ ശ്യാം പറഞ്ഞതുപോലെയും അർജുൻ കല്യാട് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ദിവസം അന്വേഷണം നടത്തിയിട്ട് വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ ഈ SITക്ക് സാധിച്ചില്ല. ഈ പ്രശാന്തിനെ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ പ്രശാന്തിൻ്റെ കോൾ ഹിസ്റ്ററി എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈ ദിവ്യയുടെ കോൾ ഹിസ്റ്ററി എടുക്കാൻ കഴിഞ്ഞിട്ട് ക്യാമറയിലെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിച്ചില്ല. കൂടാതെ അവിടെ 13-ാം തീയതി നടന്ന വിവാദമായ യാത്രയപ്പ് യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ PP ദിവ്യ പത്തനംതിട്ടയിലെ ഒരു സർക്കാർ ജീവനക്കാരിക്ക് അയച്ചു കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കുടുംബം പറയുന്നത് CPMൻ്റെ സ്വാധീനമുള്ള കണ്ണൂരിൽ അവിടെ എന്തും സർക്കാർ സ്വാധീനമുള്ള ആ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ CPM നേതാക്കളാണ്. അങ്ങനെ അവരുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിന് നീതി ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളടക്കം ഇവർ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇവർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണമെങ്കിൽ അത് ബന്ധുക്കൾ എത്തേണ്ടതുണ്ട്. ആ ഇൻക്വസ്റ്റ് നടപടികൾ എന്തിന് തിടുക്കപ്പെട്ട് ചെയ്തു എന്നുള്ള ചോദ്യങ്ങളും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കുടുംബം CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിനീത.